രാജ്യം 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രരചനാ ശൈലിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ നിരന്തരം വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടുവസ്തുക്കൾ, വളരെയധികം വീട്ടുവസ്തുക്കൾ നിരത്തി വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രരചന രീതിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത്. 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം. ഓരോ ഇന്ത്യക്കാരനും തന്റെ രാജ്യസ്നേഹം പ്രകടമാക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. അത്തരത്തിൽ സ്വാതന്ത്ര്യദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപിതാവിന്റെ വേറിട്ട ചിത്രം പൂർത്തിയാക്കിയിരിക്കുകയാണ് വെട്ടൂർ പേഴുംകാട്ടിൽ സ്മൃതി ബിജു. ഞാൻ ആർട്ടിസ്റ്റ് സ്മൃതി ബിജു, പത്തനംതിട്ട. കഴിഞ്ഞ 35 വർഷക്കാലമായി ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വ്യത്യസ്ത രീതിയിലുള്ള ചിത്രരചനാ ശൈലി എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പല രീതിയിലുള്ള ചിത്രരചനകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രരചനാ ശൈലിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചാർജർ, പൗഡർ, കണ്ണാടി, പേന, പെൻസിൽ, സ്പ്രേ, പെയിന്റിംഗ് ബ്രഷ്, വാച്ചുകൾ, ബൾബുകൾ, സ്ക്രൂ ഡ്രൈവറുകൾ, മൗസ്, തീപ്പെട്ടി, കളിപ്പാട്ടങ്ങൾ, ഡെറ്റോൾ, ഷാംപൂ അങ്ങനെ തുടങ്ങി വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന് അനുയോജ്യമായ നിറത്തിലുള്ള വീട്ടുപകരണങ്ങൾ കിട്ടാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതെന്ന് സ്മൃതി ബിജു പറയുന്നു. ഈ ചിത്രരചനാ ശൈലിയെ കുറിച്ച് പറഞ്ഞാൽ ഇതിന് ഇലിസ്ട്രേഷൻ എന്നാണ് പറയാനുള്ളത്. അതായത് നമ്മൾ പ്രത്യേക രീതിയിൽ പ്രത്യേക കളറുകളിൽ ഉള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ആരുടെ ചിത്രമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് പക്ഷേ ഒരു 3D ചിത്രത്തിന്റെ ഫീൽഡിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. മുമ്പ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 100 കിലോ വ്യത്യസ്ത ഇനം പയറുകൾ ഉപയോഗിച്ച് ഗാന്ധിജിയുടെ ചിത്രം പൂർത്തിയാക്കി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കടുകുകൾ ഉപയോഗിച്ചും 1000 മുട്ടത്തോടുകൾ ഉപയോഗിച്ചും സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധിജിയുടെ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പൊട്ടുകൾ ഉപയോഗിച്ച് മോഹൻലാലിന്റെ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരുന്നു. ഈർക്കിലുകൾ ഉപയോഗിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രവും വരച്ചിട്ടുണ്ട്. മസ്കറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിലും പൂനെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചിത്രരചനയിൽ വേറിട്ട വഴികളിലൂടെയുള്ള യാത്രയിൽ തികച്ചും വ്യത്യസ്തമായ ചിത്രരചനാ ശൈലി. ഇതിനു മുൻപും പല വിധത്തിലുള്ള ചിത്രരചന നടത്തിയിട്ടുണ്ട്. ഈർക്കിലുകൾ, പൊട്ടുകൾ, പേപ്പർ കഷ്ണങ്ങൾ, അതേപോലെ തന്നെ മുട്ടത്തോടുകൾ, അങ്ങനെ പല പല രീതിയിലുള്ള വർക്കുകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രരചനാ ശൈലിയാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. 2016 ഇന്റർനാഷണൽ പെയിന്റിംഗ് എക്സിബിഷനിലും കേരള ലളിതകലാ അക്കാദമി എക്സിബിഷനിലും പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയമായ മസ്കറ്റിലെ യാക്കോബായ പള്ളിയിലെ ചിത്രരചന നടത്തിയത് ബിജുവായിരുന്നു. UAE ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ബിജു ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ മ്യൂറൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സഹജീവികളോടും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയോടും നമ്മൾ ധാരാളം കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കലാകാരന് അത് അനിവാര്യമാണ്. ചിത്രരംഗത്ത് വളരെയധികം നാളുകളായി പ്രവർത്തിക്കുന്ന ഞാൻ അതേപോലെ തന്നെ മൗണ്ട് ബദനി സ്കൂളിലെ പാർട്ട് ടൈമായിട്ട് ഡ്രോയിങ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലുപരി പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ മ്യൂറൽ പെയിന്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു.